CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥ ഇന്ന് പുറത്തിറങ്ങും. കണ്ണൂരിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഥാകൃത്ത് T. പത്മനാഭന് നൽകി പുസ്തകം പ്രകാശനം ചെയ്യും. ഇതാണ് എന്റെ ജീവിതം എന്ന പേരിലാണ് EP-യുടെ ആത്മകഥ. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പോരാട്ട വഴിയിലെ ചരിത്രവും അനുഭവങ്ങളും തന്നെയാകും EP ജയരാജന്റെ ആത്മകഥയിലെ ഉള്ളടക്കം. അതൊരു സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാകും. EP എഴുതിയെന്ന പേരിൽ നേരത്തെ പുറത്തു വന്ന ആത്മകഥാഭാഗങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദം ചെറുതായിരുന്നില്ല. നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പൊട്ടിയ ബോംബ് പാർട്ടിയെയും മുന്നണിയെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരുന്നു. പ്രകാശ് ജാവദേക്കർ വിഷയത്തിൽ പ്രതിരോധത്തിലായ EP അതോടെ പാർട്ടിയുമായി അകന്നു. എന്നാൽ താൻ എഴുതാത്ത ആത്മകഥ എന്ന നിലപാടിൽ EP ഉറച്ചു നിന്നു. DC ബുക്സിനെതിരെ നിയമ പോരാട്ടം നടത്തി. പതിയെ പാർട്ടി വേദികളിൽ EP ജയരാജൻ സജീവമായി. തന്നെ വ്യക്തിഹത്യ നടത്തിയ വിവാദങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് EP ജയരാജൻ 24-നോട്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ ദുർബലപ്പെടുത്തുക. ഇടതുപക്ഷ മുന്നണിയെ കഴിയാവുന്ന മേഖലകളിലെല്ലാം കളങ്കപ്പെടുത്തുക. ഇതിനു വേണ്ടിയിട്ടുള്ള വാർത്തകൾ സൃഷ്ടിച്ചെടുത്ത് അതിലൂടെ എന്നെ വ്യക്തിഹത്യ നടത്തുക. ആ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചു വന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതാണെന്റെ ജീവിതം എന്ന ആത്മകഥ പൂർണ്ണമായും പാർട്ടി വഴിയിലാണ് പുറത്തിറക്കുന്നത്. പാർട്ടിയോട് സമരസപ്പെടാതെ നിന്ന EP-യുടെ കാലം പുസ്തകത്തിൽ പരാമർശിക്കാൻ സാധ്യതയില്ല. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.